ഹലോ നമസ്കാരം. കെ സ്മാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സ്പൈറൽ സ്റ്റെയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം സ്പൈറൽ സ്റ്റെയർ എന്താണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഔട്ടർ ലൈറ്റാണ് അധികം കാണാറ്, അതായത് ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ഷോപ്പിൻ്റെ പുറത്തായിരിക്കും നമ്മൾ അധികം കാണാറ്. അതായത് വീടുകളുടെ ഉള്ളിലും ഷോപ്പിൻ്റെ ഉള്ളിലും കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ മിനിമം ഡയമീറ്റർ എന്ന് പറയുന്നത് 1.5 മീറ്റർ എങ്കിലും ആയിരിക്കണം എന്നാണ്. അതിൽ കൂടുതലും ചെയ്യാം. പിന്നെ ഒരു കേസിൽ ഞാൻ കണ്ടിട്ടുണ്ട് 1.25 ഡയമീറ്റർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ റൂൾ പ്രകാരം പറയുന്നത് 1.5 മീറ്റർ ആണെന്നാണ് എനിക്ക് ഡൗട്ട്. ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ സ്പൈറൽ സ്റ്റെയർ ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസ് എന്ന് പറയുന്നുണ്ട്. അതിൽ ദി സ്പൈറൽ ഫ്രീ എസ്കേപ്പ് സ്റ്റെയർ ഷാൽ ബി മാർക്ക് സർക്കിൾ ഇൻ ലെയർ. ഒരു സർക്കിൾ വരച്ചിട്ടാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ വന്നിട്ട് ബ്ലോക്ക് 1ൽ നമ്മൾ ഫ്ലോർ 0 മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് നമ്മളെ ഡ്രോയിങ് ഇതാണെന്ന് വിചാരിക്കുക. നമ്മളെ ഡ്രോയിങ്ങിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് 1 ഫ്ലോർ 0 ഫയർ സ്റ്റെയർ 1 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്. ഓക്കെ, സ്റ്റെയർ കേസിൻ്റെ കേസിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ അതിനൊരു ഹൈറ്റ്, നമ്മളിപ്പോൾ ഡ്രോയിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോയിങ് ഇതൊരു സ്പൈറൽ സ്റ്റെയർ എന്ന് വിചാരിക്കാം. അതിൻ്റെ സെക്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, സ്പൈറലായിട്ടൊക്കെ കിടക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് കമ്പ്യൂട്ടർ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലെയർ മെട്രിക്സിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കിടക്കുന്നുണ്ടാവും. അത് കോപ്പി ചെയ്ത് നേരെ നിങ്ങൾ ഡ്രോയിങ്ങിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അതിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ ആ എക്സ് മാറ്റിയിട്ട് അവിടെ എത്രയാണോ ഹൈറ്റ് ആ ഹൈറ്റ് ഇവിടെ കൊടുത്താലാണ് കമ്പ്യൂട്ടറിന് അത് ഡിറ്റർമിൻ ചെയ്തിട്ട് EDCR പാസ്സാവുള്ളൂ, അല്ലെങ്കിൽ നോട്ട് അക്സെപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഡ്രോയിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഡ്രോയിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എററോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചെറിയൊരു ഫീസ് നിരക്കിൽ ഞാനത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.